നഗരപ്രദേശങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അവിടെ വീട്ടുജോലിക്ക് വരുന്ന ഒരാൾ ഒരു ദിവസം വരാൻ വൈകിയാൽ ആ വീടിന്റെ മുഴുവൻ ക്രമവും തകരും. പ്രത്യേകിച്ച് രണ്ടുപേരും ജോലി ചെയ്യുന്ന കുടുംബങ്ങളിൽ ഇത് അത്ര ചെറിയൊരു പ്രശ്നമല്ല. ചെയ്യാനുള്ള ജോലികൾ കുന്നുകൂടും, സിങ്കിൽ പാത്രങ്ങൾ അടിഞ്ഞുകൂടും, ഭക്ഷണം വൈകും. അങ്ങനെ അത്ര പെട്ടെന്നൊന്നും പരിഹാരം കാണാൻ കഴിയാത്ത വിധം കുറച്ചധികം പ്രശ്നങ്ങൾ തന്നെ ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഉണ്ടാകും. ഇങ്ങനെ ഒരു പ്രശ്നത്തിനെ മിക്കവരും തികച്ചും വ്യക്തിപരമായ ഒരു പ്രശ്നമായിട്ട് കാണാനാണ് ഇതുവരെ ശ്രമിച്ചിരുന്നത്. അതായത് ഒരു വ്യവസ്ഥാപിത വിപണിയായി ആരും ഇതിനെ കാണാൻ ശ്രമിച്ചിരുന്നില്ല. ഇവിടെയാണ് ഒരു പുതിയ കാറ്റഗറി രൂപപ്പെടുന്നത്: ആവശ്യമായ സമയത്ത് വീട്ടുജോലി സഹായം ലഭ്യമാക്കുന്ന സേവനങ്ങൾ. ഈ മേഖലയിലെ ശ്രദ്ധേയമായ ഒരു സംരംഭമാണ് പ്രോണ്ടോ. ഈ കമ്പനിയുടെ സ്ഥാപകയായ അഞ്ജലി സർദാന വളരെ ചെറുപ്പത്തിലാണ് ഈ വിപണി തിരിച്ചറിഞ്ഞത്. അതും തൻ്റെ 23-ാം വയസ്സിൽ. അതും അവർ മനസ്സിലാക്കിയത് ഇങ്ങനെയായിരുന്നു: ആളുകൾക്ക് സഹായം മാത്രമല്ല വേണ്ടത്, പിന്നെയോ അവർക്ക് വിശ്വസനീയമായ ആളുകളിൽ നിന്നാണ് അത് വേണ്ടത്. പ്രോണ്ടോ ആരംഭിച്ചപ്പോൾ ഇതൊരു വലിയ സംരംഭമൊന്നുമായിരുന്നില്ല. ഗുരുഗ്രാമിൽ ഒരു കേന്ദ്രം മാത്രം ഉണ്ടായിരുന്നുള്ളൂ തുടക്കത്തിൽ. ദിവസേന ഏകദേശം 170 ബുക്കിങ്ങുകൾ. എന്നാൽ ആ ഘട്ടത്തിൽ തന്നെ ഒരു കാര്യത്തിൽ അവർ വിട്ടുവീഴ്ച ചെയ്തില്ല: സേവനത്തിന്റെ സ്ഥിരതയിൽ. ഉപഭോക്താവ് ബുക്ക് ചെയ്താൽ സേവനം ലഭിക്കണം. അതിനായി സ്ഥാപകർ തന്നെ സ്ഥലത്ത് നിന്ന് പ്രവർത്തിക്കുകയും ചിലപ്പോൾ ഓഫീസിൽ തന്നെ താമസിക്കുകയും ചെയ്തിരുന്നു. ഇതാണ് ഈ സംരംഭത്തിന്റെ അടിസ്ഥാന ഘട്ടം. ഇന്ന് ചിത്രം മാറിയിരിക്കുന്നു. വെറും ഒരു വർഷത്തിനുള്ളിൽ പ്രോണ്ടോ 10 നഗരങ്ങളിലേക്ക് വ്യാപിച്ചു. ദിവസേന 18,000-ലധികം ബുക്കിങ്ങുകൾ കൈകാര്യം ചെയ്യുന്നു. ആയിരക്കണക്കിന് തൊഴിലാളികൾ ഈ പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ മാസം മാത്രം 4,500-ലധികം ആളുകൾ കുറഞ്ഞത് ഒരു ഷിഫ്റ്റെങ്കിലും പൂർത്തിയാക്കി. ഈ വളർച്ച അത്ര സാധാരണമായ ഒന്നല്ല. ഇത് ഇതിനകമുണ്ടായിരുന്ന ആവശ്യത്തെ ഒരു ക്രമത്തിലേക്ക് കൊണ്ടുവന്ന മാസ്റ്റർ മൈൻഡാണ്. ഇന്ത്യയിലെ വീട്ടുജോലി മേഖല വർഷങ്ങളായി അനൗപചാരികമായിരുന്നു. പരിചയക്കാർ, അയൽവാസികൾ, വിശ്വാസം ഇവയുടെ അടിസ്ഥാനത്തിലാണ് ആളുകൾ തൊഴിലാളികളെ കണ്ടെത്തിയിരുന്നത്. എന്നാൽ നഗരജീവിതം മാറിയതോടെ ഈ രീതികൾ മതിയായില്ല. സമയം കുറയുന്നു, ജോലി സമ്മർദ്ദം കൂടുന്നു, വിശ്വസനീയത ഒരു പ്രധാന ഘടകമായി മാറുന്നു. ഈ സാഹചര്യത്തിലാണ് ആളുകൾക്കൊരു സ്ഥിരമായ പരിഹാരം വേണ്ടി വന്നത്. പ്രോണ്ടോ അതാണ് നൽകുന്നത്. ഒരു മൊബൈൽ ആപ്പിലൂടെ ബുക്ക് ചെയ്യുക, വളരെ കുറച്ച് സമയത്തിനുള്ളിൽ സേവനം ലഭിക്കുക. ഇത് കേൾക്കാൻ ലളിതമാണെങ്കിലും അതിന്റെ പിന്നിൽ ഒരു വലിയ സംവിധാനം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ആവശ്യവും ലഭ്യതയും റിയൽ ടൈമായി ഒത്തുചേരണം. ഉപഭോക്താവിന്റെ സ്ഥലം, തൊഴിലാളിയുടെ സാമീപ്യം, സമയക്രമം എല്ലാം ഒരേ സമയം കൃത്യമായി പ്രവർത്തിക്കണം. ഇപ്പോൾ ഈ മേഖലയിലെ പ്രധാന വെല്ലുവിളി ആവശ്യകതയല്ല, അത് ലഭ്യതയാണ്. കൂടുതൽ ആളുകൾ ഈ സേവനം ഉപയോഗിക്കാൻ തയ്യാറാണ്. എന്നാൽ അതിനാവശ്യമായ പരിശീലനം ലഭിച്ച തൊഴിലാളികളെ കണ്ടെത്തുകയും നിലനിർത്തുകയും ചെയ്യുക എന്നതാണ് ഇവർ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. പ്രോണ്ടോ ഈ പ്രശ്നത്തെ നേരിടാൻ വ്യവസ്ഥാപിത രീതിയാണ് സ്വീകരിച്ചത്. തൊഴിലാളികൾക്ക് സ്ഥിരമായ വരുമാനം ഉറപ്പാക്കുന്ന രീതിയിൽ ജോലികൾ നൽകുന്നു. ശരാശരി ഒരു തൊഴിലാളി ദിവസത്തിൽ 7 ജോലികൾ പൂർത്തിയാക്കുന്നു. ഒരു മാസം 20 ദിവസം ജോലി ചെയ്താൽ ഏകദേശം 25,000-ലധികം വരുമാനം നേടാൻ കഴിയും. ഇൻസെന്റീവുകളും റഫറൽ ബോണസുകളും കൂടി വരുമാനം വർദ്ധിപ്പിക്കും. ഇതിലൂടെ അനൗപചാരികമായിരുന്ന ഈ മേഖല ക്രമീകരിച്ച ഒരു തൊഴിൽ മേഖലയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വളർച്ച നിക്ഷേപകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. കമ്പനി അടുത്തിടെ $25 മില്യൺ നിക്ഷേപം സമാഹരിച്ചു. ഇതോടെ കമ്പനിയുടെ മൂല്യം ഏകദേശം $100 മില്യൺ ആയി. ഇതൊരു സ്റ്റാർട്ടപ്പിന്റെ വിജയം മാത്രമല്ല, ഒരു പുതിയ വിപണി രൂപപ്പെടുന്നതിന്റെ സൂചനയാണ്. അതേസമയം ഈ മേഖലയിലെ മത്സരവും വളരെ ശക്തമാണ്. ഈ മേഖലയിലേക്ക് ഇപ്പോൾ സമാനമായ മറ്റു കമ്പനികളും വേഗത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ചില വലിയ പ്ലാറ്റ്ഫോമുകൾ ഇതിനകം തന്നെ വലിയ തോതിൽ ബുക്കിങ്ങുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിനാൽ ഈ മേഖലയിൽ മുന്നിൽ നിൽക്കാൻ ആശയം മാത്രം മതിയാകില്ല, പ്രവർത്തനക്ഷമതയും നിർണായകമാണ്. പ്രോണ്ടോ ഇപ്പോൾ ലാഭത്തിലല്ല, വളർച്ചയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കൂടുതൽ നഗരങ്ങളിലേക്ക് വ്യാപനം, കൂടുതൽ തൊഴിലാളികളെ ഉൾപ്പെടുത്തൽ, കൂടുതൽ ഉപഭോക്താക്കളെ കൈവരിക്കൽ. ഈ 3 കാര്യങ്ങളാണ് ഇപ്പോഴത്തെ അവരുടെ ഒരു ദിശ. ഇതൊരു നെറ്റ്വർക്ക് ബേസ്ഡ് ബിസിനസ്സാണ്. കൂടുതൽ ആളുകൾ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ആളുകൾ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ജോലി ചെയ്യാനെത്തും. അങ്ങനെയുള്ളൊരു പരസ്പര വളർച്ചയിലൂടെ മാത്രമാണ് ഇവർക്ക് വിജയം സാധ്യമാകുന്നത്. ഈ സംരംഭത്തിന്റെ കഥ ഒരു വലിയ മാറ്റത്തിന്റെ ഭാഗമാണ്. ഭക്ഷണം, കച്ചവടം എന്നിവയിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ക്വിക്ക് സർവീസ് എന്ന ആശയം വീട്ടുജോലികളിലേക്കും വ്യാപിപ്പിക്കുന്നു. സൗകര്യം ഇനി ഒരു ആഡംബരമല്ല, അതൊരു അടിസ്ഥാന ആവശ്യമായി മാറിയിരിക്കുന്നു. ഈ വളർച്ചയെ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ ഇതേ മേഖലയിലെ മറ്റു കമ്പനികളുമായി താരതമ്യം ചെയ്യേണ്ടതാണ്. ഈ വിഭാഗത്തിൽ ഇതിനകം തന്നെ വളരെ ശക്തമായ സാന്നിധ്യമുള്ള അർബൻ കമ്പനി തന്റെ ഇൻസ്റ്റന്റ് സേവന വിഭാഗത്തിലൂടെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഏകദേശം 50,000 ദിവസേന ബുക്കിങ്ങുകൾ കടന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതേസമയം സ്നാബിറ്റ് പോലെയുള്ള പുതിയ കമ്പനികൾ മാസത്തിൽ 8 ലക്ഷം മുതൽ 10 ലക്ഷം വരെയുള്ള ഓർഡറുകൾ കൈകാര്യം ചെയ്യുന്ന ഘട്ടത്തിലേക്ക് വേഗത്തിൽ ഉയർന്നിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ പ്രോണ്ടോയുടെ 18,000 ദിവസേന ബുക്കിങ്ങുകൾ എന്നത് ചെറിയ സംഖ്യയല്ല. മറിച്ച് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കാറ്റഗറി ഫിറ്റ് കണ്ടെത്തി സ്കെയിൽ ചെയ്തൊരു കമ്പനി എന്ന നിലയിൽ അതിൻ്റെ സ്ഥാനം വ്യക്തമാക്കുന്നതാണ്. പ്രത്യേകിച്ച് 170 ബുക്കിങ്ങുകളിൽ നിന്ന് 18,000-ലേക്ക് എത്തിയ വളർച്ച
ഡിമാൻഡ് ഇതിനകം തന്നെ ഉണ്ടായിരുന്നു, പക്ഷേ ഓർഗനൈസ്ഡ് സപ്ലൈ മാത്രമാണ് കുറവായിരുന്നത് എന്ന കാര്യം ഇത് തെളിയിക്കുന്നു. അതേസമയം ഈ മേഖലയിലെ യഥാർത്ഥ മത്സരം ഡിമാൻഡ് പിടിക്കുന്നതിലല്ല, സപ്ലൈ ബിൽഡ് ചെയ്യുന്നതിലാണ്. അർബൻ കമ്പനി പോലുള്ള കമ്പനികൾ ഇതിനകം തന്നെ വലിയ വർക്ക് ഫോഴ്സും എക്സിസ്റ്റിംഗ് യൂസർ ബേസും ഉപയോഗിച്ച് സ്കെയിൽ ചെയ്യുമ്പോൾ ട്രോണ്ടോ പോലുള്ള കമ്പനികൾക്ക് തുടക്കം മുതൽ തന്നെ തൊഴിലാളികളെ ഓൺബോർഡ് ചെയ്യുകയും ട്രെയിനിങ് നൽകുകയും റിട്ടൻഷൻ ഉറപ്പാക്കുകയും ചെയ്യേണ്ടി വരുന്നു. ഇപ്പോൾ തന്നെ പ്ലാറ്റ്ഫോമിൽ 3000-ലധികം സ്ഥിരമായി ജോലി ചെയ്യുന്ന തൊഴിലാളികളും മാസത്തിൽ 4500-ലധികം ആളുകൾ ഷിഫ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതും ഈ സപ്ലൈ സൈഡ് എഫേർട്ട് എത്ര വലിയതാണെന്ന് കാണിക്കുന്നു. കൂടാതെ ഓരോ തൊഴിലാളിയും ദിവസത്തിൽ ശരാശരി 7 ജോലികൾ പൂർത്തിയാക്കുന്നത് ഓപ്പറേഷണൽ എഫിഷ്യൻസിയെയും ഡിമാൻഡ് കൺസിസ്റ്റൻസിയെയും സൂചിപ്പിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ട്രോണ്ടോയുടെ 25 മില്യൺ ഫണ്ടിങ്ങും ഏകദേശം 1000 മില്യൺ വാല്യുവേഷനും ഒരു സ്റ്റാർട്ടപ്പ് മൈൽ സ്റ്റോൺ മാത്രമല്ല, ഇൻസ്റ്റന്റ് ഹൗസ് ഹോൾഡ് സർവീസസ് എന്ന പുതിയ വിപണിയിൽ സപ്ലൈ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനുള്ള വലിയൊരു നിക്ഷേപം കൂടിയാണ്. ട്രോണ്ടോ ഒരു മാറ്റത്തിന്റെ തുടക്കത്തിൽ നിൽക്കുകയാണ്, വളർച്ച വളരെ വേഗത്തിലും. പക്ഷേ ഈ യാത്രയുടെ വലിയ ഭാഗം ഇപ്പോഴും മുന്നിലുണ്ട്. ആവശ്യകത വർദ്ധിക്കുന്നു, മത്സരം ശക്തമാകുന്നു, സംവിധാനം കൂടുതൽ കാര്യക്ഷമമാകണം. ഈ കഥയുടെ പ്രധാന സന്ദേശം വളരെ വ്യക്തമാണ്. ഒരു പ്രശ്നം വർഷങ്ങളായി ഉണ്ടായിരുന്നാലും അതൊരു ബിസിനസ് അവസരമായി കാണുന്നത് എല്ലാവർക്കും സാധിക്കുന്ന ഒന്നല്ല. ആ പ്രശ്നത്തെ ഒരു ക്രമത്തിലേക്ക് കൊണ്ടുവന്ന് സമയബന്ധിതമായി പരിഹാരം നൽകുന്നവർക്കാണ് പുതിയ വിപണികൾ സൃഷ്ടിക്കാൻ കഴിയുന്നത്. ട്രോണ്ടോയും അതാണ് ചെയ്യുന്നത്. വീട്ടുജോലി എന്നൊരു സാധാരണ വിഷയത്തെ ഒരു വലിയ സേവന വ്യവസ്ഥയായി മാറ്റാനുള്ള ശ്രമം.